ഹലോ, ഞാൻ ഇന്ന് വന്നേക്കുന്നത് കുറെയൊക്കെ അല്ല, കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു വ്ളോഗുമായിട്ട് കേട്ടോ. ജസ്റ്റ് എന്നെ ഫോക്കസ് ചെയ്ത് ജസ്റ്റ് ഇന്ന് ക്യാമറമാൻ ജസ്റ്റ് അതിൻ്റെതായ എല്ലാ അപാതകളും ഈ വീഡിയോ കാണും. എന്നാ സംഭവം എന്നാ ജസ്റ്റ് ചിരിക്കുന്നേ? രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നുണ്ട്. ഇനി എന്റെ ഫോട്ടോയോ? അതെ, എന്ത് ക്യൂട്ടാന്ന് നോക്കിയേ, എന്നെ നോക്കിയേ എന്ത് ക്യൂട്ടാന്ന്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ. കഴിഞ്ഞ സൈക്കിള് ഷോപ്പിങ്ങിന് പോയേ. ഇതിപ്പോ ക്യാമറാമാന്റെ പ്രകടനം, മുഖത്തെ എക്സ്പ്രഷൻ എനിക്കാണല്ലേ. ഐക്കയിൽ പോയപ്പോ ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഐക്കന്ന് ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു കൂട്ടിയെന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഐക്കന്ന് വാങ്ങിച്ചത്. സത്യം പറഞ്ഞാൽ ഐക്യ പോയില്ല, ഒരു കുഴപ്പമില്ല, ഒന്നും വാങ്ങിക്കണ്ടായിരുന്നു. പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം എനിക്ക് വാങ്ങിക്കാൻ തോന്നി. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാ വാങ്ങിച്ചതെന്ന്. എന്നെ പോലെ കുറെ പിള്ളേർക്കുണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ കാണാൻ ആഗ്രഹം. പിന്നെ ക്രിസ്മസ് ഗിഫ്റ്റ് റാപ്പർ. ക്രിസ്മസിന്റെ ഗിഫ്റ്റ് വേണ്ട നിങ്ങൾക്ക്? ഞാനിപ്പോഴേ ഗിഫ്റ്റ് വാങ്ങിച്ചില്ലെങ്കിലും റാപ്പറൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഗിഫ്റ്റ് പൊതിഞ്ഞ് എവിടാണോ നിങ്ങൾ അങ്ങോട്ട് അയക്കാൻ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗോൾഡൻ കളറും ഒരെണ്ണം വാങ്ങിച്ചു. അല്ല വേറെ ഞാൻ 2-3 വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 ക്രിസ്മസിന്റെ ഗിഫ്റ്റ് പൊതിയാണ്, ക്രിസ്മസിന്റെ ഗിഫ്റ്റ് പൊതിയാനുള്ള റാപ്പർ. പിന്നെ അടി കൊടുക്കാം. അത് പിന്നുള്ളത് ഇത് ക്രിസ്മസിന്റെ ട്രീയിൽ ഇടാനുള്ള. എനിക്കറിയാമല്ലോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ജസ്റ്റ് കിമാരി ഉണ്ടകൾ വീക്കുന്ന സംഭവം. ഇത് ക്രിസ്മസ് ട്രീ ഡെക്കോറ്. ഒരു പെട്ടി വാങ്ങിച്ചു. അടുത്തത് ക്രിസ്മസ് ട്രീ ഇടാനുള്ള സ്റ്റാർ. ഇത് ക്രിസ്മസ് ട്രീ ഇടാനുള്ള സ്റ്റാർ. 2 സ്റ്റാർ വാങ്ങിച്ചു. ഒന്ന് ഓൾറെഡി തൂക്കി, ഒന്ന് ജസ്റ്റ് ചെവിയെ തൂക്കാൻ വേണ്ടിട്ടാ. ഇനി തൂക്കാനിടയില്ല. എവിടെ ജസ്റ്റ് തൂക്കുന്നേ? അത് പുതിയ ചേസർ മേടിച്ചിട്ട്. ചേസർ വണ്ടിക്കൊക്കെ ചേസർ വാങ്ങിക്കുന്ന പറഞ്ഞാണോ? അപ്പൊ 2 സ്റ്റാർ. പിന്നെ ക്രിസ്മസ് ട്രീയുടെ ഡെക്കോറ് കണ്ടോ. പക്ഷെ ഇത് സത്യം പറയല്ലോ അധികം പറ്റായിപ്പോ. ഇനി ഞാൻ ചെവിയെ തൂക്കേണ്ടി വരും. ഇവിടെ എനിക്കറിയത്തില്ല. ഈ ജസ്റ്റ് കൊണ്ട് എപ്പോഴെങ്കിലും പോയാ ജസ്റ്റ് ചുമ്മാ വാങ്ങിച്ചു കൂട്ടും. ഇനിയിപ്പോ റിട്ടേൺ അടിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നേ. ഡെക്കോറ് ഓൾറെഡി ഇവിടുത്തെ ക്രിസ്മസ് ട്രീ സെറ്റ് ആക്കി, എന്നിട്ട് ഇതെല്ലാം വാങ്ങിച്ചേ. ഇനിയിപ്പോ എന്നോട് പറയല്ലോ അധികച്ചെലവാന്ന്. പിന്നെ കേക്ക് ഉണ്ടാക്കാനുള്ള തട്ട്. ഇത് കേക്ക് ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങിച്ചു. വെറൈറ്റി ആയിട്ട് കേക്ക്, ഇനി കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ 1-2 സിപ്പ് ലോക്ക് കവറുകൾ, 3 സിപ്പ് ലോക്ക് കവർ വാങ്ങിച്ചു. ഫ്രിഡ്ജിൽ സാധനം വെക്കാൻ, സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇനി എനിക്ക് കുനിയാൻ മേലെ. ഇനിയാണ് ജസ്റ്റിക്ക് കാലിളകുന്ന സാധനങ്ങൾ. കുറച്ച് ചട്ടികൾ വാങ്ങിച്ചു. ചട്ടികൾ ആദായ വിൽപ്പന കണ്ടപ്പോൾ വാങ്ങിച്ച ജസ്റ്റ്. ഇത് വന്ന് എനിക്ക് വീക്ക്നെസ്, ഞാൻ അറിയാതെ എടുത്തു. ഇനി ഇതിനകത്ത് വാങ്ങിക്കാനുള്ള ചട്ടി വാങ്ങിച്ചു. 3 എണ്ണം വാങ്ങിച്ചേ. പക്ഷെ ചെടിയും വാങ്ങിച്ച അടിച്ചു വാരി. ചിരിച്ചേ. ഇത് കൊച്ചിന്റെ മുറി അടിച്ചു വരാൻ, ക്യൂട്ട് അടിച്ചു വാരി. ഇനി അവന്റെ മുറി അവൻ അടിച്ചു വരണം. ചുമ്മാ കണ്ടപ്പോ ഓരോ ആഗ്രഹത്തിന് വാങ്ങിച്ചാണ് പുള്ളി. പിന്നെന്താ വാങ്ങിച്ച്? ഇതാണ് ഞെട്ടുന്ന സാധനം. വൈൻ ഗ്ലാസ്. ക്രിസ്മസ് ഒക്കെ അല്ലേ. ഇത് ബാക്കി വൈൻ കുടിക്കാൻ നമുക്ക് ക്രിസ്മസിന് കുടിക്കാൻ കൊണ്ടേ ജസ്റ്റ്. ഇത് കണ്ടപ്പോ ആദായ വിൽപ്പന കണ്ടപ്പോ എനിക്ക് വാങ്ങിക്കാൻ തോന്നുന്നതാ. ക്രിസ്മസ് ഒക്കെ ആയിട്ട് വൈൻ ഗ്ലാസ് ഇല്ലേ പിന്നെ എങ്ങനെയാ? നല്ല സുഖം. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് അറിവ് പൊട്ടിക്കൊടുക്കും. അങ്ങനെ വൈൻ ഗ്ലാസ് വാങ്ങിച്ചു. കൊണ്ടിരിക്കട്ടെ, കാരണം താങ്കളെ തല്ലി താർത്ത്. പിന്നെ ഉള്ള സാധനങ്ങളൊക്കെ എന്തിനാ വാങ്ങിച്ചതെന്ന് എനിക്കെന്നെ അറിയത്തില്ല. എന്താണ്? പ്ലാസ്റ്റിക് പാത്രം, ഡെപ്പി, കുപ്പി, അടപ്പ്. കുറച്ച് ഫ്രിഡ്ജിലൊക്കെ കറിയൊക്കെ വെക്കുന്ന കണ്ടെയ്നേഴ്സ് ഇല്ലേ പ്ലാസ്റ്റിക്കിന്റെ. അങ്ങനെ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭ്രാന്താണ് കേസ്, ഭ്രാന്ത്.
ഇല്ലാഞ്ഞിട്ടല്ല, സത്യം ഞാൻ ഷെൽഫിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതിപ്പോ എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതാണല്ലോ. നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബിനി ആകുമ്പോൾ ഇമാതിരി സാധനങ്ങളോട് വീക്ക്നെസ് വരും. എന്നെ പോലെ വീക്ക്നെസ് എന്താ ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നേ? എന്നെ പോലെ വീക്ക്നെസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? നല്ല പാത്രമല്ലേ ഇതെനിക്ക് കാച്ചിമോര് കൊണ്ടാൻ. ഹായ്, നല്ല രസം. ഇത് 2 ഉള്ളോ? ഞാൻ 5 വിചാരിച്ചു കേട്ടോ. എന്നാലും ഇരിക്കട്ടെ, നല്ല പാത്രമല്ലേ. അങ്ങനെ 2-3 പാത്രങ്ങൾ വാങ്ങിച്ചു. ഇതിന്റെ ഒരു സെറ്റ്, ഈ ഷേപ്പിലുള്ള ഒരു സെറ്റ്, പിന്നെ ഈ ഷേപ്പിലുള്ള ഒരു സെറ്റ്. ഈ ഐക്ക് ഓരോ പ്രാവശ്യം കളർ മാറും. പണ്ട് പച്ച കളറാണ്, ദേശീയ ഓർക്കുന്നുണ്ടോ? പച്ച വന്നിട്ടുണ്ട്, ഓറഞ്ച് അത് കഴിഞ്ഞ് ഓറഞ്ച് വന്നു, പിന്നെ മഞ്ഞ വന്നു, ഇപ്പൊ വന്നേക്കുന്നതാണ് ബ്ലൂ. ഐക്കയുടെ ട്രെൻഡ് മാറുന്നതനുസരിച്ച് നമ്മൾ ഐക്കെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എന്ത് വാങ്ങിച്ചു? ഇതാ മുമ്പേ കാണിച്ചത് തന്നെ, വൈൻ ഗ്ലാസ്. കാണിച്ചില്ലായിരുന്നോ? ക്രിസ്മസിന് നമ്മൾ വൈൻ കുടിച്ച് തകർത്ത് തിമർത്ത്. ഇത് പിന്നെ കുറച്ച് കപ്പുകൾ, അല്ല കപ്പല്ല, കുറച്ച് പാത്രങ്ങൾ. പക്ഷെ അവിടെ വെച്ച് കണ്ടപ്പോ നല്ല കളറായിരുന്നു അല്ലേ? അത് ഇവിടെ വന്നപ്പോ അത്ര കളറില്ലാത്ത ലൈറ്റിന്റെ മൊത്തം സിസ്റ്റം ശരിയല്ല ഇവിടുത്തെ ലൈറ്റിന്റെ. ഇത് ചുമ്മാ വേണേ ചോറ് വാരി വെക്കാം, അല്ല ചോറ് വാരി വെക്കാന്ന്, ചോറ് എടുത്ത് വെക്കാം, കറി വെക്കാം, എന്ത് വേണം. ക്രിസ്മസിന് മട്ടൺ സ്റ്റൂ വെക്കാൻ. പിന്നെ ക്ലിപ്പ്, തുണിയിലിടുന്ന ക്ലിപ്പ് വാങ്ങിച്ചു. കഴിഞ്ഞ ദിവസം മേടിച്ചല്ലായിരുന്നു? അല്ല, ഈയിടെ വാങ്ങിച്ചു. അല്ല, കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് അത് ഇട്ട് തീർന്നു. കാറ്റ് കണ്ടപ്പോ എനിക്ക് വാങ്ങിക്കാൻ തോന്നി, വാങ്ങിച്ചു. നല്ല ക്ലിപ്പല്ലേ? 21 കേബിള് അല്ലെന്ത് ഇത്? അങ്ങനെ 2. അത് കഴിഞ്ഞ മാസം ക്ലിപ്പ് വാങ്ങിച്ചേ. അത് നമ്മുടെ ഇവിടെ വരുന്ന പുള്ളിക്കാരത്തി മറ്റേ റുബലിൻ ക്ലിപ്പ് തിന്നുവാന്ന് തോന്നുന്നു. ഇനി ഇതൊക്കെ പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിങ്ങനെ, ഉള്ളിയൊക്കെ അരിഞ്ഞ്. ഉള്ളി അരിയാനാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഒരെണ്ണം മേടിച്ചില്ലായിരുന്നു, അന്ന് നമ്മള് വെളുത്തുള്ളി അരിയാൻ. ഇത് ചുമന്നുള്ളി അരിയാൻ. നോട്ട് ദ പോയിന്റ്, സീ ദ ഡിഫറൻസ്. ഉള്ളി 2 ടൈപ്പ് ഉണ്ടല്ലോ. രസമല്ലേ ജസ്റ്റ്? ഈ കളർ ഉണ്ട് ഞാൻ വാങ്ങിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ കുറച്ച് പാത്രങ്ങൾ. ഇനി വല്ലതും ഉണ്ടോ? അത്രയൊക്കെ ഉള്ളു വാങ്ങിച്ചുള്ളൂ ജസ്റ്റ്. അതിനാണ് അമ്മമാര് എനിക്ക് പട്ടാതെ ഇത്രയും, അതിനാണ് അമ്മമാര് ഇത്രയും ബില്ലടിച്ച് തന്നേക്കുന്നത്. ബില്ലാണ് നിങ്ങളോട് പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഞെട്ടലൊന്നും ഉണ്ടായിരുന്നു. ഈ ക്യാമറ സംവിധാനം ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ ഞെട്ടലുണ്ടാകും. വെറുതെ എന്തിനാണ് സമാധാനത്തോടെ പോകുന്ന കുടുംബാന്തരീക്ഷം നമ്മളായിട്ട് തകർക്കുന്നത്? ഇഷ്ടപ്പെട്ടോ? സത്യം ഞാൻ വലിയ ഭംഗിയുള്ള സാധനം ഒന്നും വാങ്ങിച്ചില്ലല്ലേ? എന്താ അങ്ങനെ? പിന്നെ ഈ സഞ്ചി ഒരു ഫ്രീ തന്നു. അയ്യോ, ജസ്റ്റിയുടെ നോട്ടം കണ്ടിട്ട്. പക്ഷെ ജസ്റ്റിക്കൊന്നും പറയാനില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോ നമുക്ക് യൂസ്ഫുൾ ആണ്. ലുലു പോകുമ്പോ സഞ്ചിയും കൊണ്ട് പോരും. ജസ്റ്റ് എന്തെങ്കിലും പറയൂ കുട്ട. എന്നാ പറയാനേ, പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പണ്ടൊക്കെ കല്യാണത്തിന് മുമ്പ് എനിക്കിങ്ങനെ ചെരുപ്പ്, ഡ്രസ്സിനോടില്ല, ചെരുപ്പിനോടൊക്കെ ആയിരുന്നു ക്രൈസ്. കൊച്ചായി കഴിഞ്ഞപ്പോ കൊച്ചിന്റെ സാധനങ്ങളോടായി ക്രൈസ്. ഇപ്പൊ കൊച്ചി ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പോ അടുക്കള സാധനങ്ങളോടായി ക്രൈസ്. ഇത് തെറ്റാണ്, നിങ്ങൾ പറയൂ. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് സാധാരണ എല്ലാ പെണ്ണുക്കും ഉള്ള ജസ്റ്റ്. അതാണ് പറയുന്നത്, കുടുംബനാഥന്റെ ഒരു പിടുത്തം വേണമെന്ന്, ഒരു കൺട്രോൾ. ഒരു പിടുത്തം ഇല്ലാത്ത കുടുംബനാഥനുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്താ പറയുന്നേ, വള്ളി പൊട്ടിയ പട്ടം പോലെ നടക്കും. അല്ലെ ജസ്റ്റ് പറയുന്നൊന്നും വാങ്ങിക്കരുത്. ഇത് എനിക്ക് വേണ്ടിട്ടാണോ? നമുക്ക് വേണ്ടിട്ടല്ലേ? ഇതിനകത്ത് വെളുത്തുള്ളി അരിഞ്ഞ് എന്താ ഓർഡർ ചെയ്ത് ഫുഡ് വരുമ്പോ അതെടുത്ത് വെക്കാൻ. ഇതിനകത്ത് കീറ്റല്ലേ? അതല്ലേ ജസ്റ്റ് എന്റെ പാത്രങ്ങളൊക്കെ വലിയ പാത്രം, ഇത് ഈ കുഞ്ഞു പാത്രം കഴിയാൻ മതിയല്ലോ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഭയങ്കര ഐഡിയ. ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇത്രേ ഉള്ളൂ അയക്കാന്ന് വാങ്ങിച്ച സാധനങ്ങൾ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്താണോ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടല്ലോ. നിങ്ങൾ എന്റെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഇച്ചിരി കുറവാണ്, ഞാനത് നോക്കി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ശരി, എന്നാ ഇത്ര എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി മോർ വീഡിയോസ് ആയിട്ട് ജീവനുണ്ടെങ്കിൽ വരാം. പുറകിരിക്കുന്ന ക്യാമറാമാൻ അത്ര പിടിച്ചിട്ടൊന്നുമില്ല. ജീവനുണ്ടെങ്കിൽ തിരിച്ചു വരുന്നതായിരിക്കും മക്കളെ, തിരിച്ചു വരുന്നതായിരിക്കും. അപ്പൊ ശരി, എന്നാ പോയിച്ചു വരാം.